അപ്പൊ ഇവിടെ കൊണ്ടുവച്ച് ഒരുപാട് ഉരച്ചിരിക്കുകയാണ്. ഈ എന്താ ഉരച്ച അയാൾക്ക് സുഖം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണോ? അപ്പം എന്തെങ്കിലും ഒന്ന് കിട്ടണം എനിക്ക്. ഞാൻ ഇന്നലെ പകൽ മുഴുവനും അവിടെ നിന്ന് അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് അപ്പോഴാണ് വൈകിട്ടാണ് 4 മണിയോട് കൂടിയിട്ടാണ് അറിയുന്നത് ഇവരുടെ മൊഴി പോലും എടുക്കാൻ പോലീസ് വന്നിട്ടില്ല എന്നുള്ളത്. അത് വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. ഇത്രയും എന്താ പറയാ 10 വർഷത്തോളം ശിക്ഷ കിട്ടാവുന്ന വകുപ്പുകൾ ഇട്ട് നിലവിൽ ഇപ്പൊ കേസ് എടുത്തു. അല്ലെങ്കിൽ ഒരു കാരണവശാലും ഇവര് മൊഴിയും എടുക്കാൻ വരില്ല, ഇവര് മറ്റു നടപടികളും ചെയ്യില്ല. കാര്യം മോളിൽ നിന്ന് കാര്യം സ്വാധീനമുള്ള ഒരാളാണല്ലോ, പ്രത്യേകിച്ച് പെണ്ണാണ്. ഇനി എന്താണ് മെൻസ് അസോസിയേഷന്റെ ഭാഗമായിട്ടുള്ള നിയമ നടപടികൾ? ഓൾറെഡി നമ്മള് DGPക്ക് പരാതി കൊടുത്തിട്ടുണ്ടല്ലോ ആദ്യം. അതിൽ നിന്ന് വലിയ പ്രതീക്ഷയൊന്നും ഇല്ല. ഞങ്ങള് പ്രശസ്തനായിട്ടുള്ള സുപ്രീം കോടതി അഡ്വക്കേറ്റ് MG ശ്രീജിത്ത് സാർ, പുള്ളിയുമായിട്ട് ഞാൻ ചർച്ച നടത്തുകയും അപ്പൊ അദ്ദേഹം ഈ കേസ് ഏറ്റെടുത്ത് വേണ്ടുന്ന നടപടികൾ ചെയ്യാമെന്ന് പറയുകയും മെയിനായിട്ട് ഈ പെൺകുട്ടി, ഈ യുവതി ഇന്ത്യ വിട്ടു പോകാൻ പാടില്ല. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത്. ഓൾറെഡി ഇപ്പൊ പോയിട്ടുണ്ടോ എന്ന് തന്നെ അറിയാത്തൊരവസ്ഥയാണ്. പക്ഷെ ഇനി അങ്ങനെ ഇപ്പൊ പോയിട്ടില്ല എങ്കിൽ ഇനി പോകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുഖ്യ ആവശ്യം. അപ്പൊ അങ്ങനെ 1-2 കാര്യങ്ങൾ, അതുപോലെ 1-2 വകുപ്പുകൾ ഇപ്പോൾ നിലവിൽ ചേർത്തിട്ടില്ല. സൈബർ കുറ്റകൃത്യമാണ്, അവ കാര്യങ്ങളൊന്നും വകുപ്പ് ചേർത്തിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ അതൊക്കെ ചേർത്തുകൊണ്ട് നല്ലൊരു FIR വരണം. ഒരു കാരണവശാലും ജാമ്യം കിട്ടാതെ ഇപ്പൊ നിലവിൽ ഇട്ടിരിക്കുന്ന വകുപ്പുകൾ വെച്ചിട്ട് ഏകദേശം 10 വർഷത്തോളം 10 വർഷത്തോളം ശിക്ഷ കിട്ടാവുന്ന വകുപ്പുകളാണ്. എങ്കിൽ പോലും ആ പെൺകുട്ടിയുടെ സ്വാധീനവും മറ്റു കാര്യങ്ങളും വെച്ചിട്ട് രക്ഷപ്പെട്ടു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അത് പാടില്ല. കാരണം സോഷ്യൽ മീഡിയ വഴി പുരുഷന്മാരെ അധിക്ഷേപിക്കുന്നത് അതിവിടെ വെച്ച് അവസാനിക്കണം. അതൊരു ദീപക്കിൽ തീരണം. ദീപക് മരിച്ചത് ഒരുപക്ഷെ ഇതോടുകൂടി ഇങ്ങനെയുള്ള വിഷയങ്ങൾ അവസാനിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടായിരിക്കാം. അദ്ദേഹം എനിക്കൊരു കോൾ ചെയ്തിരുന്നുവെങ്കിൽ, ഞാൻ മുൻപ് പറഞ്ഞതാണ്, ഒരു കോൾ ചെയ്തിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ഇന്നും ജീവിച്ചിരിക്കുമായിരുന്നു. കാര്യം അതിനും മാത്രം ഇദ്ദേഹം ഒരു തെറ്റും ആ ബസ്സിൽ ചെയ്യുന്നതായിട്ട് ഇവിടെ കാണുന്നില്ല. അദ്ദേഹം ഒരു ബാഗ് തൂക്കുമ്പോൾ സ്വാഭാവികമായിട്ട് വെയിറ്റുള്ള ഒരു സാധനം എടുക്കുമ്പോൾ 2 കൈയും അപ്പുറവും ഇപ്പുറവും നമുക്ക് എങ്ങനെ വർക്കാവും അത് തന്നെയാണ് അവിടെ വർക്കായിട്ടുള്ളത്. അദ്ദേഹം ശ്രദ്ധിച്ചൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ മനഃപൂർവ്വം കരുതിക്കൂട്ടി ബസ് യാത്രയിൽ ഇപ്പോ മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ യുവതി ബസ് യാത്ര ചെയ്യാത്ത വ്യക്തിയാണ്. അവർ സ്വന്തം വാഹനങ്ങൾ ഉപയോഗിക്കുന്ന വ്യക്തിയാണ്. ജനപ്രതിനിധി ആയിരുന്ന ആളാണ്. അപ്പോ ഇവര് എന്തിന് ഈ ബസ്സിൽ കയറി? നമ്മുടെ മറുനാടൻ ഷാജി സാർ വരെ ഇപ്പോ ഇതേ വാക്ക് തന്നെയാണ് ഉച്ചരിച്ചിരിക്കുന്നത്. മനഃപൂർവ്വം എത്രയോ തവണ കയറി. ഇത് തന്നെയാണ് നമ്മൾ മുൻപ് മസ്താനിക്കെതിരെയും പറഞ്ഞതിന്റെ കാരണം എന്ന് പറഞ്ഞത്. അവരും പല പ്രാവശ്യം ബസ്സിൽ കയറി യാത്ര ചെയ്തു. അങ്ങനെയാണ് ഉരുവാവിനെ കുരുക്കി എന്ന് നമ്മൾ വിശ്വസിക്കുന്നത്. ഞങ്ങൾ സംഘടന വിശ്വസിക്കുന്നു. പുറത്തെങ്ങനെ വേണം. അതുപോലെ തന്നെ ഇതും ഈ പെൺകുട്ടി ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത് ബസ്സിൽ കയറി എന്നുള്ളതാണ്. ഒരുപക്ഷെ 1-ലധികം ദിവസം കയറിയിരിക്കാം ഒരു ഇരയെ തേടി. ഒരുപക്ഷെ ഈ ദീപക് അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മളോ ഞാനോ നിങ്ങളോ ഒക്കെ ആവാം. അപ്പോ അതിനൊരവസരം ഉണ്ടാക്കാതെ പുരുഷന്മാര് ഒരുപാട് ഇനി ഒതുങ്ങേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ചില വീഡിയോയിൽ ട്രോളി കൊണ്ടൊക്കെ ബേസ്ബോർഡ് കൊണ്ടൊക്കെ പോയിട്ടുണ്ട്. നമ്മുടെ പിന്നെ അതുപോലെയൊക്കെ പോകേണ്ടി വരും. കാരണം ട്രാൻസ്പോർട്ട് ബസ്സിൽ അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ്സിൽ പെൺകുട്ടികളെല്ലാം ലേഡി സീറ്റിൽ ഇരിക്കാതെ ജനറൽ സീറ്റുകളിലേക്ക് വന്നിരിക്കുന്ന ഒരു അവസ്ഥ. ഓരോരുത്തരും ഓരോ സീറ്റ്. അപ്പൊ ഇങ്ങനെയൊക്കെ വന്നിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ വക പ്രശ്നങ്ങൾ കൂടുന്നതേ ഉള്ളൂ, കുറയുന്നില്ല. ഇന്ന് ഞാന് കുറച്ചു ദൂരം ഞാൻ ബസ്സിൽ യാത്ര ചെയ്യണ്ടായി. അപ്പൊ ഞാൻ കുറെ കാര്യങ്ങൾ ഇങ്ങനെ നോക്കി. അപ്പൊ അവിടെ ഒരു പുരുഷന്മാർ വേറൊരു പ്രശ്നം ഉണ്ടാക്കുന്ന കണ്ടില്ല. എനിക്ക് സീറ്റ് കിട്ടി, ഞാൻ ഇരിക്കുകയും ചെയ്തു. പക്ഷേ ഇവിടെ മനഃപൂർവ്വം പെൺകുട്ടികൾ അവരുടെ സോഷ്യൽ മീഡിയ പേജുകൾ ബൂസ്റ്റപ്പ് ചെയ്യുവാൻ വേണ്ടി, വൈറലാവാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ഉടായ്പകളുമായിട്ട് ഇറങ്ങുന്നു എന്നുള്ളത് ഖേദകരമാണ്. പെൺകുട്ടികൾക്ക് ജോലി ചെയ്ത് അധ്വാനിച്ച് ജീവിക്കുവാനുള്ള സാഹചര്യം നമ്മുടെ കേരളത്തിൽ നിന്നുണ്ട്. ജനങ്ങളുടെ വൈറലാവണം എന്നുള്ള ലൈക്കിനും ഷെയറിനും വേണ്ടിയിട്ട് ഈ ലൈക്കും ഷെയറും ഒക്കെ കൊണ്ട് പുഴുകിത്തില്ലോ. സോഷ്യൽ മീഡിയ വഴി കുറച്ച് കാശെന്തോ കിട്ടുമെന്ന് തോന്നുന്നു. അപ്പൊ ഇപ്പോ ആ കാശിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കൂടുതലും ഇവർക്ക് ലൈക്കും ഷെയറും ഒക്കെ കിട്ടും, കമന്റ്സ് കിട്ടുമ്പോൾ ഒരു മാനസിക സുഖം. അതാണല്ലോ നമ്മള് ഇതിനു മുന്നേ വീഡിയോ ചെയ്ത അപ്സ 10K ആയപ്പോ സുഹൃത്തുക്കളുമായിട്ട് ആസ്വദിച്ച ഒരു വീഡിയോ. വരുന്നത് ബൈബിളും കയ്യിൽ വെച്ച് പള്ളിയിൽ പോയിട്ടാണ് വരുന്നത്. അപ്പോ
കുഴിമന്തി വാങ്ങിച്ചു കൊടുക്കാം, ചെലവ് കൊടുക്കാം, 10K ആയതുകൊണ്ട്. ഇതാണ് സ്ഥിതി. ഇതാണ് മലയാളികളുടെ വളർച്ച. തമിഴ്നാട്ടിൽ നിന്ന് വരെ എന്നെ ഒരുപാട് പേര് വിളിച്ച് ഇവിടുത്തെ സ്ത്രീകളെ കുറിച്ച് പുച്ഛത്തോടു കൂടി പറയുക. ആ സ്ഥിതിയാണ് ഇപ്പൊ. എന്റെ വീഡിയോ ഒക്കെ ഇപ്പൊ തമിഴ്നാട് വരെ നല്ല രീതിയിൽ റീച്ച് ആയിരിക്കുന്നു എന്നുള്ളത്, അങ്ങോട്ട് പോയിരിക്കുന്നു. നമ്മളെന്താ ഏതെങ്കിലും പെൺകുട്ടിയെ കയറി പിടിച്ചിട്ടാണോ ഈ വൈറലായത്, ഈ മറ്റുള്ളവരിലേക്ക് എത്തിയത്? നമ്മൾ ആനുകാലിക പ്രസക്തിയുള്ള കാര്യങ്ങൾ എടുത്ത് മനസ്സിൽ തൊട്ട് ശക്തമായിട്ട് ഞങ്ങൾ പ്രതികരിക്കുന്നു. അതുകൊണ്ടാണ് അത് ജനങ്ങളിലേക്ക് പോകുന്നത്. ഇതുപോലെ സ്ത്രീകൾക്കും ചെയ്യാം. എല്ലാവർക്കും ഒരു കഴിവുണ്ട്. ആ കഴിവ് റീൽസ് ചെയ്ത് കാശുണ്ടാക്കാനോ അല്ലെങ്കിൽ ഇതുപോലുള്ള പുരുഷന്മാരെ തേജോവധം ചെയ്യുവാൻ വേണ്ടി ആകരുത്. അങ്ങനെ ആകുന്നത് തെറ്റാണ്. ഇപ്പൊ ഇവിടെ സംഭവിച്ചത്, സാധുവായിട്ടുള്ള ഒരു അമ്മയ്ക്കും അപ്പനും ഒരു മകനില്ലാതെ പോയി. എന്തുമാത്രം വേദനയാണെന്നറിയോ. അവിടെ പോയി സത്യം പറഞ്ഞാല് ആ അമ്മയുടെ കരച്ചിൽ കേട്ടിട്ട് എനിക്ക് എന്റെ കണ്ണ് നിറഞ്ഞു. കണ്ണ് വെറുതെ നിറഞ്ഞതല്ല, മനസ്സിൽ ഉള്ളിൽ നിന്ന് ഹൃദയം പൊട്ടി വന്നതാണ്. ഒരുപാട് കാര്യങ്ങൾ അവരോട് ചോദിക്കണം എന്നുണ്ടായിരുന്നു. ഒരു വാക്ക് പോലും ഞാൻ ചോദിച്ചില്ല. ചോദിക്കാൻ എനിക്ക് തോന്നിയില്ല എന്നുള്ളതാണ് സത്യം. അവിടെ നിന്നവരെല്ലാം കരയുന്നുണ്ടായിരുന്നു. അവരുടെ കരച്ചിൽ എന്താണെന്ന് നമുക്കറിയാം. കാര്യം അവർക്ക് ഇനി താങ്ങും തണലുമായിട്ട് ഒരാളില്ല. ആകപ്പാടെ ഉണ്ടായിരുന്ന മോനായിട്ടും മോളായിട്ടും ഉണ്ടായിരുന്ന ഒരേ ഒരു വ്യക്തിയാണ് ദീപക്. ആ വീടിന്റെ പേരും ദീപക് എന്ന് തന്നെ. അദ്ദേഹത്തിന്റെ വീടിന്റെ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ, അദ്ദേഹം മുൻവാതിൽ തുറന്നു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് വേറൊരു വീടിന്റെ ഫ്രണ്ടാണ്, അവരുടെ സിറ്റ് ഔട്ടാണ്. അവരുടെ മുഖത്ത് നോക്കട്ടെ. വളരെ സൈലന്റ് ആയിട്ടുള്ള ഏരിയ. അഭിമാനത്തോടു കൂടി ജീവിച്ച ദീപക്. ഒരാളിന് പോലും മോശം വാക്ക് പറയാനില്ല. എന്നാൽ ഈ പറയുന്ന യുവതിയെ പറ്റി ഒരാൾ പോലും നല്ലത് പറയുന്നില്ല. അവരുടെ വാർഡിൽ ഒരു വാർഡ് മെമ്പറായിരുന്നതാണ്, ഒരു ജനപ്രതിനിധിയായിരുന്നതാണ്. എന്നിട്ട് അവർക്ക് ഒരാളുടെ നല്ല വാക്ക് പോലും അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അവരുടെ സ്വഭാവ ദൂഷ്യത്തെ കുറിച്ചാണ് പറയുന്നത്. 6 മാസത്തിൽ കൂടുതലായി ഭർത്താവിനെ വേണ്ട എന്ന് പറഞ്ഞു കളഞ്ഞിട്ട് നടക്കുക. അത് കഴിഞ്ഞിട്ടാണ് വൈറലാവാൻ വേണ്ടി ഈ തോന്നിവാസത്തിൽ ഇറങ്ങുന്നത്. അത് മാത്രവുമല്ല, പല പുരുഷന്മാരെയും അവരുടെ സിമ്പതി പിടിച്ചു പറ്റി അവരോടൊപ്പം ഫുഡ് കഴിച്ച് അവരോടൊപ്പം വീഡിയോ എടുത്ത് കറങ്ങിയടിച്ച് നടക്കുന്ന ഒരു വെറും പക്ക അലവിലാതി എന്നേ പറയുന്നു. അങ്ങനെ ഒരു പെണ്ണാണ്. അപ്പൊ ഇതുപോലുള്ള സമൂഹത്തിന് വിപത്തായിട്ടുള്ള ദോഷമായിട്ടുള്ള ഈ സ്ത്രീകളെ, യുവതികളെ നിലക്കി നിർത്തേണ്ടത് ഈ സംഘടനയുടെയും നമ്മൾ ഓരോരുത്തരുടെയും ചുമതലയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ പുരുഷന്മാര്, ഇപ്പൊ സ്ത്രീകൾ തന്നെ, ഒരുപാട് സ്ത്രീകൾ, ഇപ്പൊ കാനഡയിൽ നിന്ന് ഒരു സ്ത്രീ എനിക്ക് വീഡിയോ ചെയ്തിട്ട് വന്നു. അതിപ്പോ നമ്മുടെ പേജിൽ ഇടാൻ വേണ്ടിട്ട് എന്നെ രാവിലെ അവർ വിളിക്കുകയും ചെയ്തു. വളരെ രോഷത്തോട് കൂടിയിട്ട് അമ്മയുടെ കരച്ചിൽ കണ്ടിട്ട് അവർ പറയുന്നു. ഞാനും ഇടയ്ക്ക് തെറിയൊക്കെ പറയുന്ന ആളാണ്, പക്ഷെ പുള്ളിക്കാരിയും നല്ല തെറി പറഞ്ഞാ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് സ്ഥിതി. കാര്യം മാനസികമായിട്ട് അമ്മയുടെ കരച്ചിൽ കാണുമ്പോൾ നമുക്ക് നമ്മുടെ നെഞ്ചുനീർ, നമ്മൾ പിന്നെ എന്താണ് പറയുന്നത് നമുക്ക് പോലും മനസ്സിലാവില്ല. അതാണ് സ്ഥിതി. അത്രത്തോളം നമുക്ക് മോശം വാക്കുകൾ പറയേണ്ടി വരും ഈ പെൺകുട്ടിയെ. ആ പെൺകുട്ടി ഒരു കണ്ടന്റ് കിട്ടാൻ വേണ്ടി കുറെ ദിവസമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണെങ്കിൽ തന്നെ ദീപകിനെ എന്തിനെ സെലക്ട് ചെയ്തു എന്നുള്ള ചോദ്യം അവിടെ വരുന്നത്. കാരണം ഇപ്പോ ഇത്രയും ദിവസം ഓരോ ആളുകൾ പറയുന്ന ദീപക് ഇത്തരത്തിലൊരു ഒരാളല്ല, ദീപക് നല്ലവരാണ് എന്ന് പറയുമ്പോൾ ഈ പെൺകുട്ടി ഇങ്ങനെ ഒരുപാട് ആളുകൾ ചെന്നിട്ട് ദീപകിനെ ചൂസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ബാഡ് എഫക്ട് അവിടെ ഉണ്ടായതുകൊണ്ടായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, അവിടെ ദീപക് അവിടെ എന്തെങ്കിലും കാണിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ? ഈ പെൺകുട്ടി തന്നെ ഇവിടെ തട്ടി എന്നല്ല പറയുന്നത്. തൊട്ടപ്പുറത്ത് നിൽക്കുന്ന പെൺകുട്ടി, ഈ വീഡിയോ കാണുന്നെങ്കിൽ ആ തൊട്ടപ്പുറത്തെ പെൺകുട്ടി എന്നെ ഒന്ന് വിളിക്കണം കേട്ടോ. എന്നെ ഒന്ന് വിളിച്ചിട്ട് ഒരു പറ്റുമെങ്കിൽ സാക്ഷി, അല്ലെങ്കിൽ കോടതിയിൽ ഒരു സാക്ഷി പറയുക. അല്ല എന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിക്കുക. അത് തങ്ങളുടെ ഒരു വോയിസ് എങ്കിലും ഇടുക. കാര്യം ആ പെൺകുട്ടിയെ കൂടി ചീത്തപ്പേര് കേൾപ്പിക്കുന്ന രീതിയിലാണ് ഈ ദുഷ്ടയായിട്ടുള്ള സ്ത്രീ പറഞ്ഞിരിക്കുന്നത്. അവളെ ദീപക് മോശമായിട്ട് പെരുമാറുന്നത് കണ്ടുവന്നു. ആ ഇടം സൈഡിൽ, ആ പെൺകുട്ടിയുടെ ഇടം സൈഡിൽ ഇദ്ദേഹത്തിന്റെ ബാഗ് ഇരിക്കുകയാണ്. ആ ബാഗും കയ്യിൽ തൂക്കിയിട്ടിരിക്കുന്ന ആൾ എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്. അടുത്ത് വലത് കൈ അദ്ദേഹം പിടിച്ചിരിക്കുകയാണ്. ബസ്സിൽ തന്നെ ആ സീറ്റിന്റെ സൈഡിൽ കമ്പിയിൽ പിടിച്ചിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് എന്താണ് നടന്നു എന്ന് പറയണം. ഈ പെൺകുട്ടി, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പെൺകുട്ടി ആദ്യം വീഡിയോ എടുക്കുമ്പോ ഫേസ് കാണിക്കുമ്പോൾ ദീപക്കിൽ നിന്ന് ഒരുപാട് മാറിയാ നിൽക്കുന്നത്. രണ്ടാമത് പകുതി ഇപ്പുറം നമ്മൾ കാണുമ്പോ കൈമുട്ടിനോട് ചേർന്നിട്ടാണ് ചെസ്റ്റ് ഇരിക്കുന്നത്. അപ്പൊ ഇവിടെ കൊണ്ടുവച്ച് ഒരുപാട് ഉരച്ചിരിക്കുകയാണ്. ഈ ഉരച്ച അയാൾക്ക് സുഖം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണോ? അപ്പം എന്തെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു. അതാണ് ആ മുഖത്ത് കിട്ടിയതിന്റെ എന്തോ ഒരു സംഭവം.
ആ ഒരു വല്ലാത്തൊരു അനുഭൂതി മുഖത്തുണ്ടായിരുന്നു. അയാൾ അത്ര പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി പോയപ്പോ മുഖത്തിനൊരു മ്ലാനതയുണ്ടായിരുന്നു. ആ വീഡിയോ ശ്രദ്ധിക്കുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലാവും. അപ്പോ ഇതൊക്കെ എന്താ പറയാ, ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരെ തിരഞ്ഞെടുത്തിട്ട് പാവപ്പെട്ട ഒരു മനുഷ്യൻ ചെന്ന് വീണുപോയി. അത് തന്നെയാണ് അതിൽ സംഭവിച്ചത്. ദീപകിന്റെ വീട്ടിലെ അവസ്ഥ എന്താണ്? അപ്പൊ അത് വല്ലാത്തൊരു അവസ്ഥയാണ്. നല്ല പ്രായമായ ഒരു അപ്പനും അമ്മയാണ് ആ വീട്ടിലുള്ളത്. ഇനി അവർക്കെന്ന് പറഞ്ഞാല് അസുഖങ്ങളുമാണ്. ഈ വീടിന്റെ ഫുൾ ചുമതല വഹിച്ചിരുന്നത് ദീപക്കാണ്. ആ ദീപക്കാണ് ഇപ്പൊ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. ഇനി കുറച്ച് പേര് ബന്ധുമിത്രാദികൾക്ക് ഇപ്പൊ അവിടെ ഉണ്ട്. ഒരു 5-10ഓളം ഉണ്ടാകും, അല്ല ഒരു 7ഓളം പേരുണ്ടാകും. അപ്പൊ ഈ 7 പേരും അവര് ഒരുപക്ഷെ ഇന്നോ നാളെയോ വെച്ചിട്ട് അവര് പോകും. അവര് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ അമ്മയും അപ്പനും മാത്രമാണ് ആ വീട്ടിലുണ്ടാകുന്നത്. അവരെങ്ങനെ ഇത് താങ്ങി ഇനി ജീവനുള്ള കാലം ജീവിക്കുമെന്ന് അറിയില്ല. എനിക്ക് ഒരുപക്ഷെ ഇവരും ഇനി ആത്മഹത്യ ചെയ്യുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാര്യം ആ വീടിന്റെ പശ്ചാത്തലം നോക്കുമ്പോൾ അവർക്ക് വേറൊരു നിക്കക്കള്ളിയില്ല. ഈ മകനാണ് ഏക ആശ്രയം, സുന്ദരനായ ദീപക്. ആ ദീപക് നഷ്ടപ്പെട്ട വീട്ടിൽ ഇവർ ഇനി ജീവിക്കുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. അത് ആ ബന്ധുക്കളൊക്കെ ഒന്ന് സംരക്ഷണം കൊടുത്ത് അവരെ നിർത്തണം എന്നാണ് എനിക്ക് പറയാൻ. അതിൽ കൂടുതലൊന്നും പറയാനില്ല. അത്രത്തോളം ഒളിവിലെന്നാണ് അറിഞ്ഞത്. വിദേശത്ത് പോയി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എനിക്കത് തോന്നുന്നില്ല. ഇന്നിപ്പോ ഞങ്ങള് ലുക്കൌട്ട് നോട്ടീസിനൊക്കെ ഇറക്കാൻ വേണ്ടിയിട്ട് ഹൈക്കോടതിയിൽ സംഘടനാപരമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിലൊരു നിരാശ വന്നതെന്ന് പറഞ്ഞാല് ഞാൻ ഇന്നലെ പകൽ മുഴുവനും അവിടെ നിന്ന് അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് അപ്പോഴും വൈകിട്ടാണ് 4 മണിയോട് കൂടിയിട്ടാണ് അറിയുന്നത് ഇവരുടെ മൊഴി പോലും എടുക്കാൻ പോലീസ് വന്നിട്ടില്ല എന്നുള്ളത്. അത് വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. മൊഴിയെടുക്കാൻ ഒരു പെണ്ണായിരുന്നുവെങ്കിൽ മൊഴിയും എടുത്ത് ബാക്കി നടപടിയും എടുത്ത് FIR ഇട്ട് ദീപക്കാണ് ആ പ്രതിസ്ഥാനത്തേക്ക് ദീപകിനെ ജയിലിലും അടയ്ക്കേണ്ട സമയം കഴിഞ്ഞു. 24 മണിക്കൂർ കഴിഞ്ഞു. അപ്പോഴും മൊഴിയെടുക്കാൻ വന്നിട്ടില്ല. അങ്ങനെ എന്റെ അടുത്ത് പറഞ്ഞപ്പോഴാണ്, എന്റെ അടുത്തല്ല പൊതുവിൽ പറഞ്ഞപ്പോഴാണ് ഞാനത് കേട്ടുകൊണ്ട് നിൽക്കുകയും അപ്പൊ തന്നെ ഞാൻ മെഡിക്കൽ കോളേജ്, കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസിനെ വിളിക്കുകയും വളരെ ദേഷ്യത്തോട് പറയുകയും, അപ്പോൾ അവിടെ SHO ഇല്ല എന്ന് പറഞ്ഞു. SHOയുടെ നമ്പർ വാങ്ങി വിളിച്ചപ്പോ 3ാമത്തെ കോളിനാണ് SHO ഫോൺ അറ്റൻഡ് ചെയ്തത്. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് മൊഴിയെടുക്കാൻ വേണ്ടി ഇത്രയും സമയം ആള് വന്നില്ല, ഇവിടെ ആരും പോലീസുകാർ വന്നിട്ടില്ല, അവർക്ക് എന്ത് പണിയാണെന്ന് ചോദിച്ചപ്പോഴാണ് 10 മിനിറ്റിനകത്ത് വരും, ഗവർണറുടെ എന്തോ സെക്യൂരിറ്റിക്ക് വേണ്ടി പോയിരുന്നു എന്നൊക്കെ പറഞ്ഞു. കുറച്ച് ന്യായങ്ങൾ. അത് കഴിഞ്ഞതിന് ശേഷം എന്തായാലും തീർച്ചയായിട്ടും 10 മിനിറ്റിനകത്ത് അവിടെ ഒരു ജീപ്പില് ഒരു SI ഉണ്ടായിരുന്നു, ഒരു വനിതാ SI ഉണ്ടായിരുന്നു, ഒരു പോലീസുകാരൻ. അപ്പൊ 3 പേരുമായിട്ട് വന്നു കയറുമ്പോൾ തന്നെ അവിടെ ഞങ്ങളെല്ലാം കുറച്ച് ദേഷ്യപ്പെടേണ്ട ഒരു അവസ്ഥ ഉണ്ടായി. അവിടെ കൂടി നിന്ന് എല്ലാവരും നല്ല രീതിയിൽ അവരുടെ മാനസികാവസ്ഥ പ്രകടിപ്പിച്ചു എന്നുള്ളത് തന്നെയാണ് സത്യം. അപ്പൊ ആ പ്രവർത്തികൾ കൊണ്ട് ഇത്രയും എന്താ പറയാ 10 വർഷത്തോളം ശിക്ഷ കിട്ടാവുന്ന വകുപ്പുകൾ ഇട്ട് നിലവിൽ ഇപ്പൊ കേസ് എടുത്തു. അല്ലെങ്കിൽ ഒരു കാരണവശാലും ഇവര് മൊഴിയെടുക്കാൻ വരില്ല, ഇവര് മറ്റു നടപടികളും ചെയ്യില്ല. കാര്യം സ്വാധീനമുള്ള ഒരാളാണല്ലോ, പ്രത്യേകിച്ച് പെണ്ണാണ്, മുൻ പഞ്ചായത്ത് അംഗമാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് സ്വാധീനം ഉണ്ടാവും. അതിൻ്റെതായിട്ടുള്ള ഗുണം അവിടെ കിട്ടിയിരിക്കാം. എന്തായാലും ഞങ്ങളുടെ ഇടപെടൽ കൊണ്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ നമ്മൾ ഹൈക്കോടതിയിൽ സംഘടനാപരമായിട്ട് ഇപ്പോൾ മൂവ് ചെയ്തിട്ടുണ്ട്. ശ്രീജിത്ത് സാറാണ് ചെയ്യുന്നത്. ഇപ്പൊ പ്രതീക്ഷയുണ്ട്. കാര്യം നിലവിൽ വിദേശത്ത് പോയിട്ടില്ല എങ്കിൽ അടിയന്തരമായിട്ട് ഈ പെൺകുട്ടിയെ റിമാൻഡ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഞങ്ങൾ സ്റ്റേഷൻ പിക്കറ്റിങ്ങും മറ്റു കാര്യങ്ങളുമായിട്ട് പോകും. അറസ്റ്റ് ഉണ്ടായിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും മറ്റു നടപടികളുമായിട്ട് ഞങ്ങൾ പോകും.